പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഹരിതമോഹനം എന്ന കഥയാണ്. സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഥയാണ് ഹരിതമോഹനം. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കാം. ഹരിതമോഹനം, സുസ്മേഷ് ചന്ദ്രോത്ത്. ഈ ഭൂമിയെ സംബന്ധിച്ച് ചില ആലോചനകളിൽ ആണ്ടുകിടക്കുകയായിരുന്നു ഞാൻ. ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും അതിലൊരിടത്തും ഉണ്ടായിരുന്നില്ല. ഭൗമ ഉപരിതലത്തിലെ മഹാജീവജാലങ്ങൾ മാത്രം. കാനന നിഗൂഢതകൾ ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ എൻ്റെ മുന്നിൽ വന്നു മറയുകയായിരുന്നു. യഥേഷ്ടം മനസ്സ് ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുള്ള സ്വപ്ന സദൃശ്യമായ ദൃശ്യങ്ങൾ. ആ നേരത്തെ വീട്ടിലെ അറിയിപ്പുമണി മുഴങ്ങി. തടവിലാക്കപ്പെട്ടവരിൽ കാണപ്പെടാറുള്ള തരം ഇരുണ്ട മനോവിചാരത്തോടെ ഞാൻ ആലോചിച്ചു. അവധി ദിവസം കയറി വന്ന് മണിയടിക്കുന്നത് ആരാവും? കിടപ്പുമുറിയിലെ മെത്തയിൽ തുണികൾ നിവർത്തിയിട്ട് മടക്കി വെക്കുകയായിരുന്ന സുമന ഒന്ന് പിന്നോക്കം വളഞ്ഞ് എന്നെ നോക്കി. സ്ഫടികഭരണിയിലെ മത്സ്യക്കുഞ്ഞുങ്ങളെ തീന്മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ച് ജലജീവികളുടെ നീന്തൽ വൈഭവത്തെ കുഞ്ഞുമിഴികളാൽ ഉറ്റുനോക്കുകയായിരുന്ന തന്മയെയും പീലിയും മുഖമുയർത്തി. ചുമരിലെ സമയകാല പട്ടികയിൽ ഇന്നത്തെ ദിവസത്തിന് ചുവപ്പാണ്. അന്നേ ദിവസങ്ങളിൽ വരാറുള്ളത് മീൻ, പച്ചക്കറി, പഴയ പത്രവാരിക കച്ചവടക്കാരൻ, പൊക്കാളിപ്പാടത്ത് വിളയുന്ന ജൈവ നെല്ലിൻ്റെ അരി വിൽക്കാൻ കൊണ്ടുവരുന്ന പരിസ്ഥിതി കർഷകൻ, തേപ്പുകാരൻ എന്നിവരൊക്കെയാണ്. അവർക്കൊക്കെ ഗേറ്റിനടുത്താണ് സ്ഥാനം. ഇതൊന്നുമല്ലാതെ വന്ന് കതകിൽ തട്ടുന്നവർ 3 വിഭാഗം ആളുകളാണ്. 1. പണം കടം വാങ്ങിയിട്ട് പറഞ്ഞ അവധികളെല്ലാം തെറ്റിച്ചതിനാൽ അന്വേഷിച്ചു വരുന്നവർ. 2. അയൽക്കാർ, ബന്ധുക്കൾ, വേലക്കാരുടെ ബന്ധുക്കൾ. 3. അപ്രതീക്ഷിത സന്ദർശകർ. ആദ്യത്തെ 2 വിഭാഗം ആളുകളും ഞങ്ങളുടെ ഫ്ലാറ്റിൽ വരാനിടയില്ല. അയൽക്കാർ പൊതുവിൽ അവധി ദിവസം വരികയുമില്ല. പിന്നെയുള്ളത് 3ാമത്തെ വിഭാഗമാണ്. അവർ ഏതു തരക്കാരായിരിക്കുമെന്ന് കൊണ്ടറിഞ്ഞതിനു ശേഷമേ പറയാൻ പറ്റൂ. ഞാൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി ചുറ്റി. എങ്കിലും ഉടനെ അഴിഞ്ഞു പോകുമെന്ന മട്ടിലെ എനിക്ക് മുണ്ടുടുക്കാൻ അറിയൂ. ഞാൻ കതക് തുറന്നു. മുന്നിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ മുഖ്യ നോക്കി നടത്തിപ്പുകാരൻ രാജൻ പിള്ള. കറുപ്പിച്ചു പിടിച്ച മുഖത്തോടെ രാജൻ പിള്ള എന്നോട് തിരക്കി. മിസ്റ്റർ അരവിന്ദാക്ഷൻ, ലിഫ്റ്റിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ഓർമ്മ വന്നപ്പോൾ നേരിയ ചമലോടെ ഞാൻ ഒന്ന് ചിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചിരി കാണാനല്ല മിസ്റ്റർ ഞാൻ വന്നത്, കംപ്ലൈന്റ് കിട്ടിയിട്ടാണ്. മനസ്സിലായോ? ചിരി മാഞ്ഞ് ഞാനൊന്ന് തല കുനിച്ചു. എൻ്റെ മക്കളുടെ മുന്നിൽ, ഭാര്യയ്ക്ക് മുന്നിൽ അവരറിയാതെ ഞാൻ നടത്തിയ ഒരു പ്രവൃത്തി തുറന്നു വയ്ക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ നിശബ്ദത രാജൻ പിള്ളയെ വീണ്ടും കുപിതനാക്കി. ഈ ഫ്ലാറ്റിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ലിഫ്റ്റാണത്. അതിനകത്ത് വെച്ച് തോന്നിയാസം കാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതല്ല, കള്ളത്തരം കാണിച്ചിട്ട് വീട്ടിൽ കയറിയിരുന്നാൽ നിങ്ങളെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? എനിക്ക് പിറകിൽ സുമനയ്ക്കരികിലേക്ക് തന്മയെയും പീലിയും പേടിയോടെ നീങ്ങിപ്പോകുന്നതും സുമന അവരെയും ചേർത്ത് പിടിച്ച് കിടപ്പുമുറി വാതിലോളം വന്ന് പതുക്കെ പുറത്തേക്ക് നോക്കുന്നതും ഞാൻ മനസ്സിലാക്കി. നാക്ക് സാമർഥ്യം കാണിച്ചാലും കൈവിരലുകളിലെ നഖങ്ങൾക്കടിയിലെ ലേശം വിടവ് എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പായി. കഴുകിയിട്ടും 10 കറുത്ത ചന്ദ്രകലകളെ തെളിയിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തിയുടെ കറ നഖങ്ങൾക്കിടയിൽ പതിഞ്ഞുകിടപ്പുണ്ട്. ആവുന്നത്ര താഴ്മയോടെ ഞാൻ പറഞ്ഞു, രാജൻ പിള്ള ചേട്ടാ, മണ്ണ് കൊണ്ടുവരുമ്പോൾ കവറ് പൊട്ടി കുറച്ച് മണ്ണ് ലിഫ്റ്റിൽ. രാജൻ പിള്ളയുടെ ശബ്ദമുയർന്നു. കുറച്ചോ? ലിഫ്റ്റിൽ കയറിയ കുട്ടികളുടെ കയ്യിൽ നീട്ടിപ്പിടിച്ച മിസ്സിസ് പൂർണിയും മിസ്സിസ് ചന്ദ്രധാരയും എൻ്റെ അടുത്ത് വന്നത്. അവർക്ക് വല്ല അസുഖവും വന്നാൽ നിങ്ങൾ സമാധാനം പറയുമോ? അല്ല, പറയുമോന്ന്. ഞാൻ വല്ലാതായി. ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു. ഇവിടെ വന്നിട്ട് ക്ലീനിങ്ങിലേക്ക് വിളിച്ചു പറയണമെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ മറന്നുപോയി. അത് സത്യമാണ്, ഞാനെല്ലാം മറന്നുപോയിരുന്നു. വല്ലാത്തൊരു നിർവൃതിയുടെ ലോകത്തായിരുന്നു ഞാൻ പിന്നീട്. തിടുക്കത്തിൽ ഞാൻ അറിയിച്ചു, ഇപ്പോൾ തന്നെ വൃത്തിയാക്കാം, രാജൻപിള്ള ചേട്ടൻ പോയിക്കോളൂ.
പിറകിലേക്കൊന്ന് പാളി നോക്കി ഭാര്യയുടെയും മക്കളുടെയും മുഖഭാവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞാൻ രാജൻ പിള്ളയോട് ചിരിക്കാൻ ശ്രമിച്ചു. അയാളൊന്ന് തണുത്തതായി തോന്നി. നന്നായി പായ്ക്ക് ചെയ്യാതെ ഫിഷും മീറ്റും ഒന്നും ലിഫ്റ്റിലൂടെ കൊണ്ടുവരരുതെന്ന് നമ്മൾ എല്ലാ മെമ്പേഴ്സിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടാണോ മണ്ണ് കൊണ്ടുവന്ന് വൃത്തികേടാക്കുന്നത്? കംപ്ലൈൻറ്റ് കിട്ടിയ ആരാണെന്നൊന്നും ഞാൻ നോക്കുകയില്ല, പറഞ്ഞേക്കാം. എൻ്റെ നെഞ്ച് എന്തിനോ സങ്കടം കൊണ്ട് പൊട്ടുന്നതായി തോന്നി. ഒരിക്കൽ ലിഫ്റ്റിനുള്ളിൽ ഞാൻ ചോരത്തുള്ളികൾ കണ്ടിട്ടുണ്ട്. അകത്തേക്ക് വെച്ച കാൽ പുറത്തേക്ക് എടുക്കാനാവാതെ ഞെട്ടി വിറച്ചു നിന്നുപോയി. നിലത്തും ഭിത്തിയിലും കണ്ട രക്തപ്പാടുകളിൽ നിന്ന് ഏതോ ജീവിയുടെ ജീവന്റെ നിലവിളി അപ്പോഴും ഉയരുന്നുണ്ടായിരുന്നു. ഇറച്ചിക്ക് വേണ്ടി ജീവനെടുത്ത ജന്തുവിൻ്റെ ചോരയേക്കാൾ അർപ്പിക്കുന്നത് നികൃഷ്ടവുമാണോ മണ്ണ്? പുറത്തേക്കിറങ്ങാൻ ഭാവിച്ച രാജൻ പിള്ള തിരിഞ്ഞു നിന്നു. എല്ലാവരും മണ്ണും പൊടിയും അടിച്ചു വാരി പുറത്തു കളയുമ്പോൾ താനെന്തിനാ മണ്ണ് വലിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നത്? പെട്ടെന്നൊരു മറുപടി സത്യസന്ധമായി പറയാൻ എനിക്കായില്ല. എങ്കിലും ഭാഗികമായൊരു കള്ളം ഞാൻ പറഞ്ഞു. ഒരു പൂച്ചെടി കിട്ടി. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മുറിച്ച് മണ്ണ് നിറച്ച ടെറസിൽ വെക്കാമെന്ന് കരുതി. അതിന് വല്ല മണി പ്ലാന്റും പോരെ? അതാവുമ്പോൾ വെള്ളം മതിയല്ലോ. അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടി കിട്ടും. ഞാൻ ചിരിച്ചതേയുള്ളൂ. നിലത്ത് വളരുന്ന ചെടികളോടും പൂക്കളോടും അനിഷ്ടമില്ലാത്തയാളാണ് രാജൻ പിള്ള. അതുകൊണ്ടാവണം കൂടുതലൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയത്. ഒരാശ്വാസത്തോടെ ഞാൻ കഥകടച്ച് തിരിയുമ്പോൾ മത്സരത്തിൽ 1, 2, 3 സ്ഥാനം കിട്ടിയവർ നിൽക്കുന്നത് പോലെ സുമനയ്ക്ക് ഇരുവശത്തുമായി മക്കൾ 2 പേരും നിശ്ചലരായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവരിലെ 1ാം സ്ഥാനക്കാരിയായ സുമനയെ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന തരം ആത്മനിന്ദയോടെയും ജാള്യത്തോടെയും ഞാൻ നോക്കി. ചിരിക്കുകയൊന്നും ചെയ്യാതെ എന്നെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ മുറിക്കകത്തേക്ക് തന്നെ പോയി. മക്കൾ ഓടി എൻ്റെ അടുത്ത് വന്നു. ഇളയവൾ അലിവൂർന്ന മുഖത്തോടെ പറഞ്ഞു, അച്ഛനെ അങ്കിള് ചീത്ത പറഞ്ഞപ്പോ പിലിമോള് പേടിച്ചുപോയി. പിലിയെ വാരിയെടുത്ത് ഞാൻ ഉമ്മ വെച്ചു. പിന്നെ ആശ്വസിപ്പിച്ചു, അങ്കിള് ചീത്ത പറഞ്ഞതല്ലോ, ലിഫ്റ്റ് വൃത്തിയായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞതല്ലേ, അത് സാരല്ല കേട്ടോ. അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത്? എങ്കിലും അമ്മയും ചീത്ത പറയും. മണ്ണ് ഇച്ചിച്ചിയാ. പീലി ഒച്ച താഴ്ത്തി പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിച്ചു പോയി. സുമന കേൾക്കുന്നുണ്ടാവുമോ മകളുടെ ജാഗ്രത? അത്രയും നേരം നിശബ്ദയായിരുന്ന തന്മയ കാര്യഗൗരവത്തോടെ ചോദിച്ചു, എവിടെയാ അച്ഛൻ സോയിൽ സൂക്ഷിച്ചിരിക്കുന്നത്? എന്താണ് ഇന്ന് സംഭവിച്ചത്? രാവിലെ ഉണർന്ന ഉടനെ ഒരാവേശം ഞാൻ അറിയാതെ എന്നിൽ നിറയുകയായിരുന്നു. താഴെ ഇറങ്ങി റോഡിലൂടെ 1/2 കിലോമീറ്റർ നടന്ന് മണ്ണിളകി കിടക്കുന്ന ഒരിടത്തു നിന്ന് വെറും കൈകൊണ്ട് വാരി പോളിത്തീൻ കവറിലാക്കിയതാണ് ഞാൻ മണ്ണ് കൊണ്ടുവന്നത്. ഒരു മഹാനഗരത്തിൽ താമസിക്കുന്നതിനിടെ മണ്ണ് അന്വേഷിച്ചു പോകേണ്ടി വരുമ്പോഴേ മണ്ണ് കിട്ടാനില്ലാത്തതിൻ്റെ സങ്കടം ബോധ്യമാവൂ. എന്തു ചെടിയാ? റോസാണോ? തുണി മടക്കി വെച്ച് കഴിഞ്ഞതിനാലാണോ പൂച്ചെടി കാണാനുള്ള സ്ത്രീ സഹജമായ കൗതുകം കൊണ്ടാണോ എന്നറിയില്ല. സുമന ഞങ്ങളുടെ അടുത്തേക്കു തന്നെ വന്നു. ഷൈൻ ആൻറ്റിയാണോ അച്ഛന് പ്ലാന്റ് തന്നത്? തന്മയ ചോദിച്ചു. വലിയ പൂവുണ്ടാവില്ലേ അച്ഛാ? പീലി ഒച്ച വെച്ച് എനിക്ക് ചുറ്റും ഒന്നോടി. അപ്പോഴത്തെ അമ്പരപ്പുകൾക്കിടയിലും എനിക്ക് ആഹ്ലാദം തോന്നി. പൂക്കൾ വിടരുന്ന ഒരു ചെടി തൊട്ടടുത്ത് വളരുന്നത് മക്കൾക്ക് ഇനി മുതൽ കാണാം. ഞാൻ അതിനെ മണ്ണു നിറച്ച പാത്രത്തിൽ നടുന്നതും ടെറസിലേക്ക് സൗകര്യം നോക്കി വെക്കുന്നതും അവർക്ക് പുതിയ അനുഭവമാകും. മത്സരിച്ച് അവർക്കതിന് വെള്ളമൊഴിക്കാം. വിടരുന്ന ഓരോ ഇലയും വിടർന്ന കണ്ണുകളോടെ എണ്ണി നോക്കാം. ഇത്രയും നാളത്തെ പ്രകടനങ്ങൾക്ക് പൊടുന്നനെ ഭംഗി നഷ്ടമായതറിഞ്ഞ് ഇനി മുതൽ സ്ഫടികഭരണിയിൽ ഇളമീൻ കുഞ്ഞുങ്ങൾ ചിറകുകൾ അനക്കാതെ വിശ്രമിക്കുകയായിരിക്കും. എനിക്ക് ചുറ്റും മക്കളുടെ ആരവം പെട്ടെന്നു നിലച്ചു. അത് സുമന എന്നെ പിടിച്ചുലച്ചപ്പോഴാണ്. അരവിന്ദേട്ടൻ എന്താ ഒരുമാതിരി? അയാൾ വല്ലതും പറഞ്ഞതിനാണോ? അത് കാര്യാക്കണ്ട. അതിനുള്ളത് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് പറഞ്ഞോളാം. അയാളെ ചീത്ത വിളിക്കാനാണോ കാരണങ്ങളില്ലാത്തത്? ചെറിയൊരു വിളർച്ചയോടെ ഞാൻ സുമനയെ നോക്കി. പിന്നെ മക്കൾ കേൾക്കുമല്ലോ എന്ന പ്രയാസത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിക്കും നുണയാണ്. നീ വിചാരിക്കും പോലെ അതൊരു ചെടിയല്ല. പിന്നെ? സുമനയുടെ പുരികമുയർന്നു. മക്കളുടെ മെഴികളിൽ ആകാംക്ഷത്താമര.
അതൊരു മരമാണ്. ദുർബലമായ മാനസിക ഘടനയുള്ള ഭർത്താവിനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സ്ത്രീകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പുറത്തെടുക്കുന്ന ആ നിശബ്ദ നോട്ടം സുമന എന്നെയും നോക്കി. അതിനൊരു 100 കിലോ കട്ടിയുടെ ഭാരമുണ്ട്. പക്ഷേ മക്കൾക്ക് അതൊന്നും വേവലാതി ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഹായ്, ക്രിസ്മസ് ട്രീ ആണ് അച്ഛാ. അച്ഛൻ എങ്ങനെയാ ട്രീ ഒക്കെ പിക്ക് ചെയ്തത്? കുട്ടികളുടെ സംശയങ്ങൾക്കിടയിൽ ഞാൻ വീണ്ടും നിശബ്ദനായി. എന്തുകൊണ്ടാണ് ലജ്ജാവഹമായ ഏതോ പ്രവൃത്തി ചെയ്ത ഒരു പ്രതിയുടെ തല കുനിഞ്ഞ മാനസിക നിലയിൽ നിന്ന് എനിക്ക് മോചനം നേടാനാവാത്തതെന്നും ഞാൻ ആലോചിച്ചു. മണ്ണും മരവും ഒരു മനുഷ്യൻ ലജ്ജിച്ചും ഭയപ്പെട്ടും കൈകാര്യം ചെയ്യേണ്ടവയായി മാറിക്കഴിഞ്ഞ കെട്ട കാലമാണോ ഇത്? മരമാണോ, ഉയരം വയ്ക്കുന്ന പൂച്ചെടിയാണോ? സുമന ചോദിച്ചു. പൂച്ചെടിയല്ല, മരത്തൈ, ഒരു ഇലഞ്ഞി മരത്തിൻ്റെ തൈ. സൂര്യകാന്തി പൂക്കൾക്ക് ചന്ദന നിറം ചാർത്തി വലിപ്പം കുറച്ച് ക്ലോണിംഗ് നടത്തിയ മട്ടിൽ ചിതറിക്കിടക്കുന്ന ഇലഞ്ഞി പൂക്കളുടെ ചിത്രം എൻ്റെ മനസ്സിൽ വാസനയോടെ നിറഞ്ഞു. ഞാൻ ടെറസിലേക്ക് നടന്നു. പൊട്ടിയ പാത്രങ്ങളും ചൂലിൻ കുറ്റികളും ഇട്ടിരുന്ന മൂലയ്ക്കപ്പുറത്ത് വെയിൽ കൊള്ളാത്തിടത്ത് തലേന്ന് നഴ്സറിയിൽ നിന്നും വാങ്ങിയ ഇലഞ്ഞിത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സുമന അത്ഭുതപ്പെട്ടു. മക്കൾ ഉത്സാഹത്തോടെ മരത്തൈക്കരികിൽ കുത്തിയിരുന്നു. ആദ്യ ദിവസം മത്സ്യക്കുഞ്ഞുങ്ങളെ കൈവെള്ളയിലെടുത്തു നോക്കിയതുപോലെ അവർ ഇതിനെയും പരിശോധിച്ചു കളയുമെന്ന് എനിക്ക് തോന്നി. അച്ഛാ, ഈ ട്രീ എത്ര വലുതാകും? ഒരുപാട് വലുതാകും. വലുതാവുമ്പോ പൂവുണ്ടാവുമോ? പൂവുണ്ടാവും. എന്താ പൂവിൻ്റെ പേര്? ഇലഞ്ഞിപ്പൂവ്. അപ്പൊ ട്രീയുടെ പേരോ? അതിൻ്റെ പേരും ഇലഞ്ഞിന്ന് തന്നെയാ മോളെ. നോണ പറയല്ലേ അച്ഛാ, അച്ഛൻ്റെ അമ്മയുടെയും പേരല്ലല്ലോ പീലി മോൾക്ക്. ഞാൻ കുഴങ്ങി. സുമന ഇതിലൊന്നും അത്ഭുതമില്ല എന്ന മട്ടിൽ നിൽക്കുന്നു. മോളെ, മനുഷ്യരെ പോലെയല്ല പൂച്ചെടികളുടെ പേര് തന്നെയാ പൂവിനും. തെങ്ങിൻ്റെ പൂവ് തെങ്ങും പൂവ്, താമരച്ചെടിയുടെ പൂ താമരപ്പൂ, അതേപോലെ. അല്ലച്ചാ, അതിൻ്റെയൊക്കെ ബൊട്ടാണിക്കൽ നെയിം വേറെയാ. അന്നേരം നമുക്കിതിൻ്റെ ഫാമിലിയൊക്കെ അറിയാൻ പറ്റും. തന്മയ തർക്കിച്ചു. ആ മതി മതി, രണ്ടാളും കൂടി. എന്നിട്ട് സുമന എന്നെ നോക്കി വളരെ ശാന്തമായി ചോദിച്ചു, ഇതെവിടെ നടാനാ പ്ലാൻ? രാജൻ പിള്ളയുടെ ആഗമനത്തോടെ പ്രസക്തിയേറിയ എന്നെ സംബന്ധിച്ച വസ്തുതകൾ ഞാൻ നിർലജ്ജം തുറന്നു കാട്ടേണ്ടത് വാസ്തവത്തിൽ ഇനിയാണ്. കുറേ കാലമായി നിയന്ത്രിച്ചു നിർത്തിയിട്ടുള്ള സുമനയുടെ പതിവ് ആവശ്യങ്ങളും മോഹങ്ങളും വീണ്ടും പുറത്തിറങ്ങി മുരണ്ടു നടക്കാനുള്ള സാധ്യതയും ഇനി മുതലാണ്. എവിടെ നടുന്ന് ചോദിച്ചാ, തൽക്കാലം ഇവിടെ തന്നെ നടാം, ഒരു ചട്ടിയിൽ. പിന്നത്തെ കാര്യം പിന്നെ. ചട്ടിയിൽ വളർത്തുന്നതാണോ ഇലഞ്ഞി? അതല്ല, എന്നാലും നിവൃത്തിയില്ലാത്തപ്പോൾ ചട്ടിയിൽ വെക്കാം. വേണമെങ്കിൽ പിന്നീട് ഇത്തിരി കൂട്ടി വലിയ ചട്ടി വാങ്ങാം. എന്നിട്ട് ഈ ടെറസ് നിറഞ്ഞ് 7ാം നിലയിൽ ഒരു മരം, അതോടെ എല്ലാം ഇട്ടിഞ്ഞ് പൊളിഞ്ഞ് താഴെ ഉള്ള കിടപ്പാടം കൂടി പോയി കിട്ടൂലേ. അതിനിത് മരമാവാൻ എത്ര കൊല്ലം പിടിക്കും? അതുവരെ ഇവിടെ വളരട്ടെ, ഒരു ഭംഗിയല്ലേ? സുമന എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ മീൻ കുഞ്ഞുങ്ങളെ ചെറിയ ഭരണിയിലിട്ട് അടച്ചതിൻ്റെ മനോവിഷമം നിങ്ങൾ ആഴ്ചകളോളം ആ പിള്ളേരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നടന്നില്ലേ? ലവ് ബേർഡ്സിനെ വളർത്താൻ പോലും നിങ്ങൾ എന്നെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഭരണി കിടക്കണ മീനും ചട്ടി വെച്ചിരിക്കുന്ന മരവും തമ്മിൽ എന്താ വ്യത്യാസം? 8 പൊട്ടും തിരിയാത്ത പിള്ളേർക്കാണോ 2 പിള്ളേരുടെ അച്ഛനായ നിങ്ങൾക്കാണോ ഇപ്പോൾ കളിപ്രായവും വിവരമില്ലായ്മയും? ഞാനൊന്നും പറഞ്ഞില്ല. പഴുതുകൾ അടച്ച് ചോദ്യം ചെയ്യാൻ അവസരം ലഭിക്കും വരെ സ്ത്രീകൾ നിശബ്ദത പാലിക്കും. മക്കൾ ഇപ്പോൾ കഴുത്തുപൊക്കി ഞങ്ങളുടെ വർത്തമാനം കേട്ടിരിക്കുകയാണ്. എന്താച്ചാ ചെയ്തോളൂ, എനിക്കൊന്നുമില്ല. മക്കള് വലുതാവുമ്പോൾ ടെറസിൽ നിൽക്കണ ഇലഞ്ഞി മരം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തോളുമല്ലോ. വാടക കൂട്ടി ഇപ്പോൾ തന്നെ താങ്ങാൻ പറ്റാതായിട്ടുണ്ട്. ഇനി കെട്ടിപ്പെറുക്കണ കൂട്ടത്തിൽ മരവും കൂടി ഞാൻ കെട്ടിപ്പെറുക്കാം. സുമന ടെറസിൽ നിന്ന് അടുക്കളയിലേക്ക് നീങ്ങി. തന്മയ എണീറ്റ് പിന്നാലെ ചെന്നു. പീലി അവിടെ തന്നെ കുന്തിച്ചിരുന്ന് ഒരു ചത്ത ജന്തുവിനെ നോക്കുന്ന പേടിയോടെയും ആശങ്കയോടെയും ഇലഞ്ഞിത്തൈയിനെ നിരീക്ഷിക്കുകയാണ്. കൈകൾ രണ്ടും വയറോട് ചേർത്ത് മടിയിൽ വെച്ചിട്ടുണ്ട്. കറുത്ത കൂട്ടിനുള്ളിലെ മണ്ണിൽ വേരുറപ്പിച്ച് കരുത്തണിഞ്ഞു നിൽക്കുകയാണ് ഇലഞ്ഞിത്തൈ.
അന്നു രാത്രി മുതൽ 2 മുറി ഫ്ലാറ്റിൻ്റെയും ഒരാൾക്ക് കഷ്ടിച്ചു പെരുമാറാൻ വലുപ്പമുള്ള അടുക്കളയുടെയും പരിമിതികൾ രാത്രിയുടെ കൂട്ടുവായോളം നീളമുള്ള ചർച്ചാരൂപത്തിൽ ഞങ്ങൾക്കിടയിൽ ആരംഭിച്ചു. എന്നെങ്കിലും 1 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ കഴിയുമോ അരവിന്ദേട്ടാ? സുമന ചോദിക്കുകയാണ്. എന്നാ പിടിച്ചോന്ന് പറഞ്ഞാൽ പിള്ളേർ രണ്ടും വളരുന്നത്. പീലിമോള് അടുത്ത കൊല്ലം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാ. 4 കൊല്ലം മുൻപ് തന്മയെ സ്കൂളിൽ ചേർത്ത സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് എനിക്കറിയാം. പിന്നെയും 3 ഇരട്ടി സ്കൂളുകൾ നഗരത്തിൽ വന്നു കഴിഞ്ഞു. 40,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ഓരോ സ്കൂളുകാരും ഒരു വർഷത്തേക്ക് വാങ്ങുന്ന ഫീസ്. അതിനനുസരിച്ചുള്ള നിലവാരവും അവർ നൽകുന്നുണ്ട്. അത് നിഷേധിക്കാൻ വയ്യ. നിഷേധിച്ചാൽ ഈ നഗരകാന്താരത്തിൻ്റെ 10 മടങ്ങ് ഭാഷണങ്ങൾക്കിടയിൽ അവളുടെ ഒച്ച നേർത്തതായി പോകും. ആ നേർത്ത ഒച്ചയ്ക്ക് ഭാവിയിൽ ഒരച്ഛൻ്റെ ചങ്കു പിളർത്താനുള്ള മൂർച്ച മാത്രം നഷ്ടപ്പെടാതെ നിൽക്കും. ഇതിനൊക്കെ പുറമെയാണ് തന്മയയുടെ സ്കൂൾ ചെലവുകൾ. എല്ലാം കൂട്ടിവെച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഈ കമ്പനി മാറാൻ തോന്നുക. അങ്ങനെ മാറിയ ഇനി ഈ പ്രായത്തിൽ ചെല്ലുന്നിടത്ത് ഒന്ന് പച്ച പിടിച്ചു വരാനായില്ലെങ്കിൽ. നഗരത്തിലെ ചെറുപ്പക്കാരായ പ്രൊഫഷണലുകളുടെ മറിമായങ്ങൾക്ക് കേൾവിക്കാരും ചിലപ്പോൾ കർമ്മസാക്ഷിയുമാകാറുള്ള ഞാൻ എൻ്റെ കാര്യം അത്രയും പറഞ്ഞു നിർത്തി. പീറ്റർ എന്നും ഓക്സ് എന്നും പേരുള്ള 2 ബ്രിട്ടീഷുകാരെ ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ ആലോചന നിർത്തിയത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ പഴയ മദിരാശിയിൽ മേഴ്സിഡസ് ബെൻസിൻ്റെ ചെറിയൊരു ഗാരേജുമായിട്ടായിരുന്നു പീറ്ററിൻ്റെയും ഓക്സിൻ്റെയും കമ്പനിയുടെ ആരംഭം. പിന്നീട് അവർ സ്പെയർ പാർട്ടുകളുടെ വിതരണം തുടങ്ങി. ദക്ഷിണേന്ത്യയിൽ പലയിടത്തും കമ്പനിക്ക് ശാഖകളായി. കോളനി വാഴ്ച അവസാനിച്ചതോടെ പീറ്റർ ഓക്സ് കമ്പനിയെ അമാൽഗമേഷൻ ഗ്രൂപ്പ് സ്വന്തമാക്കി. 21ാമത്തെ വയസ്സിൽ കണക്കുകൾ നോക്കുന്ന സഹായികളിൽ ഒരാളായി പീറ്റർ ഓക്സിൻ്റെ കേരളത്തിലെ ഒരു ശാഖയിൽ ജോലിക്കു കയറിയതാണ് ഞാൻ. അപ്പോഴേക്കും അമാൽഗമേഷൻ്റെ കീഴിലുള്ള ഭേദപ്പെട്ട കമ്പനികളിൽ ഒന്നല്ലാതായി പീറ്റർ ഓക്സ് മാറിക്കഴിഞ്ഞിരുന്നു. നിരങ്ങി നീണ്ട 16 വർഷം കൊണ്ട് ഞാൻ ശാഖാ മാനേജർ എന്ന പദവിയിലെത്തിയെന്നു പറയാം. ആ സ്ഥാനവും ഇടയ്ക്കിടെയുള്ള ചെന്നൈ യാത്രകളുമേയുള്ളൂ. പീറ്റർ ഓക്സ് എന്ന കൊളോണിയൽ നൊസ്റ്റാൾജിയയും. കമ്പ്യൂട്ടർ പരിചയമൊന്നുമില്ലാത്ത പഴയൊരു ബിരുദധാരിക്ക് ഈ 37ാം വയസ്സിൽ ഇനി യാതൊരു വെല്ലുവിളിയും ഏറ്റെടുക്കാനാവില്ല. തൊഴിൽ ശീലനവും ഒരു ശാഖയുടെ മേൽനോട്ടവും 2 മക്കളുടെ അച്ഛനെന്ന ചിന്തയും കുറെ ഞാൻ എന്ന ഭാവവും കൂടി ഒരു തരം കുഴപ്പം പിടിച്ച ജീവിത പരിചയം തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കമ്പനി മാറി മറ്റൊരിടത്തു ചെന്ന് ഇതിലും താഴെ ഒരു തസ്തികയിൽ ഇരിക്കാൻ വയ്യ. അങ്ങനെ ഇരിക്കാൻ ഇടം കിട്ടിയാൽ തന്നെ ശമ്പളം കൂടുതൽ ലഭിക്കുമെന്ന പ്രത്യാശയും വേണ്ട. ഇപ്പോഴത്തെ ജീവിത പരിചയത്തിൻ്റെ പിരിമുറുക്കങ്ങളോടെ അവിടെ ചെന്ന് സമാധാനമായി തൊഴിലെടുത്ത് ജീവിച്ചു പോകാമെന്ന പ്രതീക്ഷയും വേണ്ട. ഫലം പീറ്റർ ഓക്സിൻ്റെ അതേ ഓഫീസ്, പരിചിത ജോലിക്കാർ, അവരെക്കാൾ കാശോ ആനുകൂല്യങ്ങളോ കൂടുതലില്ലാത്ത വെറും ഒരു മാനേജർ, സ്വന്തമായി വാടക കൊടുക്കുന്ന വീട്, കമ്പനി തരുന്ന ബൈക്ക് മാത്രമാണ് ഇതുവരെയുള്ള വാഹനം. മക്കൾ വലുതായതോടെ ബൈക്കിലെ സർക്കസ് യാത്ര അവസാനിപ്പിക്കാറായിട്ടുണ്ട്. 10 കൊല്ലമായി താമസിക്കുന്ന ഇതേ വീട്ടിലെ കിടപ്പുമുറിയിലെ ഒരലമാരയിൽ വളരെ തിരഞ്ഞാൽ 11 കൊല്ലം മുൻപ് വരപ്പിച്ച ഒരു വീടുപണി പദ്ധതിയുടെ പകർപ്പുണ്ടാവും. സ്ഥലം വാങ്ങിയിട്ട് വരപ്പിച്ചതായിരുന്നില്ല അത്. ഒരു സുഹൃത്തിനെ കൊണ്ട് വെറുതെ ഒരു മോഹത്തിന് പറഞ്ഞു വരപ്പിച്ച 3 കിടപ്പുമുറികളുള്ള, മുറ്റത്ത് പൂന്തോട്ടവും പിന്നിൽ കുളവും കുറച്ചു മരങ്ങൾ വയ്ക്കാനുള്ള സ്ഥലവുമുള്ള ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലേക്കാണ് എൻ്റെ ഇല്ലായ്മ പകരുന്ന ലജ്ജ കൊണ്ട് ഇത്ര നാളും കയറി വരാൻ മടിച്ചു നിന്ന് ഇലഞ്ഞിയാണ് ഇന്നലെ വന്നെത്തിയിരിക്കുന്നത്. 10 വർഷമായി ഒരു പൂച്ചെടി പോലും ഇല്ലാതിരുന്ന വീട്ടിലേക്ക് ഇലഞ്ഞു കടന്നു വന്നതോടെ ദിവസങ്ങളുടെ താളക്രമം തന്നെ മാറി. കാലത്തുണർന്നാൽ ആദ്യമേ തന്നെ ഇലഞ്ഞിയെ പോയി നോക്കും. വെള്ളമൊഴിക്കുകയും പുതിയ നാമ്പ് പൊട്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. എൻ്റെ കൂടെ പീലിയും തന്മയയും ഉണർന്നു വരും. ചിലപ്പോഴൊക്കെ മറച്ചു വെക്കാനാവാത്ത ഒരു സന്തോഷത്തോടെ ഞാൻ സുമനയെ പിടിച്ചു വലിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, നോക്കടേ, ഇല വരുന്നത് കണ്ട, നമ്മുടെ സ്വന്തം പറമ്പിൽ ഇവനെ ഞാനൊരിക്കലും കുഴിച്ചു വെക്കും. നീയും മക്കളും വെള്ളം കോരും, ഇവൻ വലുതാകും. സുമന എന്നെ ഒന്ന് നോക്കിയിട്ട് ചെറു ചിരിയോടെ പറഞ്ഞു, ആ തമാശയൊക്കെ ഞാൻ വിട്ടു അരവിന്ദേട്ടാ.
സ്വത്തും ബന്ധുബലവുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് സ്വമനസാലെ ഞാൻ സുമനയെ തിരഞ്ഞെടുത്തതാണെന്ന് അവൾക്കറിയാം. ഒരു പക്ഷേ ഞാൻ ആ വഴി ചെന്നില്ലായിരുന്നെങ്കിൽ എന്നേക്കാൾ ഭേദപ്പെട്ട ജോലിയും സാഹചര്യവുമുള്ള ഒരാൾ വന്ന് അവളെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയും കുറവായിരുന്നു എന്നും അവൾക്കറിയാം. അതുകൊണ്ടാവണം ഇല്ലായ്മയുടെ നിരാശകൾ പങ്കുവെച്ചിട്ടുള്ളതല്ലാതെ സുമന ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു പകൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്നു ഞാൻ. റോഡരികിൽ മിനി ലോറി നിർത്തിയിട്ട് ഏതോ നഴ്സറിക്കാർ തൈകൾ വിൽക്കുന്നുണ്ട്. 5 അടി പൊക്കത്തിൽ കായ്ച്ചു കുല കുത്തി നിൽക്കുന്ന മാവുകളും സപ്പോട്ടയും കുറേ പൂച്ചെടികളും. ശ്രദ്ധിക്കുമ്പോഴാണ് മാവുകൾക്കിടയിൽ മറ്റൊന്ന് കണ്ടത്. ഒരു ചെമ്പകമായിരുന്നു അത്. അതിനെന്താ വില? 50 രൂപ. വീട്ടിലുള്ള ഇലഞ്ഞിയേക്കാൾ വലുതാണ്. വലിയ ചട്ടിയോ മണ്ണ് നിറച്ച ചാക്കോ വേണ്ടിവരും. പരമാവധി 1 വർഷത്തിനുള്ളിൽ അതിനെ മണ്ണിൽ വെച്ചില്ലെങ്കിൽ അത് ഞാൻ അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കുകയും ചെയ്യും. എൻ്റെ നോട്ടത്തെ പിടികൂടി വിൽപ്പനക്കാരൻ വാചാലനായി, വിടുതയ്യ സാറേ, പറമ്പി വെച്ച വരുന്ന കൊല്ലം പൂവാ. ഒരു കൊല്ലം കൊണ്ട് പൂവിടുമോ? എൻ്റെ ചോദ്യത്തിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു നിഷ്കളങ്കത കയറിക്കൂടി. വളർച്ച കണ്ടോ? പൊൻചമ്പകമാ അത്, പൊൻചമ്പകം. ONV എഴുതി വെച്ചത് ഞാനൊന്ന് മൂളി. ചമ്പക പുഷ്പ സുവാസിതയാമം ചന്ദ്രിക വിടരും യാമം. എനിക്ക് സുമനയുടെ ഭംഗികൾ ഓർമ്മ വന്നു. നീണ്ട മുടിയാണ് അവൾക്ക്. അടുത്ത വർഷം ചെമ്പകം പൂവിടുമെങ്കിൽ ചെമ്പകപ്പൂ വാസനിക്കുന്ന മുടിയുമായിട്ടാവും അവൾ ഉറങ്ങാൻ കിടക്കുക. തന്മയ്ക്കും നീളമുള്ള മുടിയാണ്. ഇതങ്ങ് എടുക്കട്ടെ സാറേ. എൻ്റെ തല സമ്മതഭാവത്തിൽ ഒന്നനങ്ങി. ചെമ്പകത്തെ രാജൻ പിള്ളയുടെ കണ്ണിൽപ്പെടാതെ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നഗരത്തിൽ കുറേ ചുറ്റിക്കറങ്ങി. നേരം വൈകിച്ച ശേഷമാണ് ഞാൻ ഫ്ലാറ്റിലെത്തിയത്. 9 മണിക്ക് രാജൻ പിള്ള ഭക്ഷണം കഴിക്കാൻ പോകും. ഗേറ്റ് കീപ്പർമാർ കണ്ടാലും കുഴപ്പമില്ല. അഥവാ രാജൻ പിള്ളയുടെ മുന്നിൽ പെട്ടാലോ എന്നു കരുതി ചെമ്പകത്തെ ഞാൻ വലിയൊരു കൂട്ടിലേക്ക് മാറ്റിയിരുന്നു. ഭാഗ്യത്തിന് ലിഫ്റ്റിലും ആരും ഉണ്ടായിരുന്നില്ല. സുമന കതക് തുറന്നു തരാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഞാൻ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടത്. 8 ലക്ഷത്തിൽ താഴെ സെന്റിന് വിലയില്ലാത്ത ഒരിടം പോലും നഗരത്തിലെങ്ങുമില്ല. പ്രാന്തപ്രദേശങ്ങളിൽ പരതിയാലും വില 5 ലക്ഷത്തിൽ താഴെ പോകില്ല. അതായത് 5 സെന്റ് ഭൂമി വാങ്ങാൻ ഈ ജന്മം ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് സാധിക്കുകയില്ലെന്ന് ഉറപ്പാണ്. സുമനയുടെ ശമ്പളം അതേപടി വീടിന്റെ വാടക കൊടുക്കാനേ ഉള്ളൂ. ഈ ചെമ്പകവും ഇലഞ്ഞിക്കൊപ്പം ടെറസിൽ തന്നെ ഇരിക്കേണ്ടി വരും. വാങ്ങേണ്ടിയിരുന്നില്ല. ദേ അമ്മ, അച്ഛൻ ഷോപ്പിങ്ങിന് പോയി. കതക് തുറന്ന തന്മയ അത്യാഹ്ലാദത്തോടെ ഉറക്കെ കൂവി. ഞാൻ ഞെട്ടിപ്പോയി. പരിചയക്കാരൻ്റെ കടയിൽ നിന്ന് വലിപ്പമുള്ള കൂട് ചോദിച്ചപ്പോൾ അവൻ എടുത്തു തന്നത് മുന്തിയ തുണിക്കടയുടെ മാറ്റുകൂടിയ കൂടായിപ്പോയത് എൻ്റെ നിർഭാഗ്യം. പുറത്തേക്ക് വന്ന സുമനയുടെ കണ്ണും വിടർന്നു. പീലി ഓടി വന്നതേ സഞ്ചിയിൽ പിടുത്തമിട്ട് വലിച്ചു. എൻ്റെ നെഞ്ചു കത്തി. ചെമ്പകത്തിൻ്റെ ചില്ലകൾ ഒടിയുമോ? മോളെ, പൊട്ടിക്കല്ലേ, വിട്. സുമന ചോദിച്ചു. പൊട്ടുന്നതോ? അപ്പൊ തുണിയല്ലേ? എന്താ വാങ്ങിയത്? ആകെ വിഷമിച്ചുകൊണ്ട് നടുത്തളത്തിലെ കസേരയിൽ ഞാൻ ഇരുന്നു. രാജൻ പിള്ള കണ്ടാലും ടെറസിൽ കാട് പിടിപ്പിച്ച് ഭിത്തി തകർക്കുമോ എന്ന് കയർത്താലും സാരമില്ലായിരുന്നു. ഇങ്ങനെ മറച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല. കുട്ടികളെ അടക്കി നിർത്തിക്കൊണ്ട് ഞാൻ പതുക്കെ സഞ്ചി തുറന്ന് ചെമ്പകത്തൈ പുറത്തെടുത്തു. ഒരു തെങ്ങിൻ തൈയുടെ ഉയരവും വലുപ്പവും ഉണ്ടായിരുന്നു അതിന്. ആ ചുമരുകൾക്കുള്ളിൽ ടിവിക്കും ടെലിഫോണിനും DVD-ക്കും CD പ്ലെയറിനും അതിഥികൾ വരുമ്പോൾ എടുക്കാനായി വെച്ചിരിക്കുന്ന സ്ഫടികപാത്രങ്ങൾക്കുമിടയിൽ ആ ചെമ്പകത്തൈ ചൂളി പിടിച്ചു നിന്നു. അതിൻ്റെ മൂട്ടിലെ കറുത്ത പോളിത്തീൻ ബാഗിലെ മണ്ണും വെള്ളവും അപകർഷതാബോധം പൂണ്ടു. സുമനയുടെ മുഖം ഇരുണ്ടു മൂടുകയല്ല ചെയ്തത്. അവൾ എന്നെ വർദ്ധിച്ച സംശയത്തോടെ ഉറ്റുനോക്കുകയാണുണ്ടായത്. മക്കൾ അവളെയും എന്നെയും മാറി മാറി നോക്കുന്നു. എന്ത് പ്ലാന്റ് ആച്ചാ ഇത്? നമ്മുടെ ഇലഞ്ചിയുടെ വലുതാ? ഇലഞ്ചി അല്ല മോളെ, ഇലഞ്ഞി. ഹണിയുടെ വീട്ടിൽ വെച്ചേക്കണ പോലെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്ക് ഇതിനെ ഇവിടെ വെക്കാം. ടിവിയുടെ മുകളിൽ വെക്കാം. എൻ്റെയാ ഇത്. ചെമ്പകത്തൈയുമായി ഞാൻ എണീറ്റു. മനഃപൂർവ്വം സുമനയുടെ മുഖത്ത് നോക്കിയില്ല. മക്കളോട് ഒച്ച വെച്ചു പറഞ്ഞു, ഇപ്പോൾ ഇത് ടെറസിൽ തന്നെ വെക്കാം. ബാക്കിയൊക്കെ നാളെ രാവിലെ തീരുമാനിക്കാം. പോയിരുന്നു പഠിക്കും. ടെറസിൽ ഇലഞ്ഞിക്കടുത്തായി ചെമ്പകവും ഞാൻ വെച്ചു. 2 മരത്തൈ ഒന്നിച്ചു കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. രാത്രി കിടക്കാൻ നേരം സുമനയോട് ഞാൻ പറഞ്ഞു,
പൊൻചമ്പക അത്, നീ കണ്ടിട്ടില്ലേ? പെൺകുട്ടികൾ മുടി വെക്കണ ചെമ്പകപ്പൂ, നീണ്ട ഇതളുള്ള സ്വർണ്ണ നിറമുള്ള അത് തന്നെ. അടുത്ത വർഷം പൂക്കും. നിനക്കും മക്കൾക്കും കാശ് കൊടുക്കാണ്ട് പൂ ചൂടാലോ. സുമന അനിഷ്ടമൊന്നുമില്ലാതെ ചോദിച്ചു. അത് വലിയ മരമാവുന്നതല്ലേ? അത്ര വലുതാവില്ല. എന്നാൽ പിന്നെ ചട്ടി വയ്ക്കാൻ പറ്റണ വല്ല റോസും മറ്റോ വാങ്ങിയാൽ മതിയായിരുന്നല്ലോ. സുഗന്ധം പൊഴിക്കുന്ന പൂമരങ്ങൾക്കിടയിൽ ജീവിക്കാനുള്ള ആശ കൊണ്ടെങ്കിലും ഏതു വിധേനയും എവിടെയെങ്കിലും ഞാൻ ഇത്തിരി സ്ഥലം വാങ്ങിക്കുമെന്ന് സുമനയും വിശ്വസിച്ചിരിക്കാം. അവൾ വേറൊന്നും പറഞ്ഞില്ല. ആ പിൻബലം കൊണ്ട് തന്നെയാണ് ഇലഞ്ഞിക്കും ചെമ്പകത്തിനും പിന്നാലെ വയലറ്റ് നിറമുള്ള മന്ദാരവും നാഗലിംഗമരവും നീർമാതളവും മെയ്വാകയും കയറി വീട്ടിലേക്ക് വന്നത്. ചട്ടിയും മണ്ണും സംഘടിപ്പിച്ച് ഞാൻ അവ നടുകയും ചെയ്തു. രാവിലെയും വൈകുന്നേരവും ഞാൻ കൂടുതൽ സമയം ചെലവിടുന്നത് ടെറസിലായി. പച്ചില തഴച്ച് ടെറസ് മൂടി. താഴെ ഇറങ്ങി വടക്ക് വശത്തു നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ചെമ്പകവും മന്ദാരവും ആർത്തു നിൽക്കുന്നത് ആർക്കും കാണാം. മറ്റൊരു ഞായറാഴ്ച. അറിയിപ്പുമണിയുടെ നാദം. ഞാൻ ചെന്ന് കതക് തുറന്നു. മുന്നിൽ രാജൻ പിള്ള. മിസ്റ്റർ അരവിന്ദാക്ഷൻ, നിങ്ങൾ എന്നോട് ഒളിക്കരുത്. ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് ആ കാർപോർച്ചിന്റെ സൈഡിൽ ഇരുട്ടത്തു നിന്ന് ചെയ്തത്? ഞാൻ ഒരിറക്ക് ഉമിനീർ വിഴുങ്ങി. പിന്നിൽ ഭാര്യയും മക്കളും വന്നു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ ഉഴറി നോക്കി. എല്ലാവരും അതത് സ്ഥലങ്ങളിലുണ്ട്. ഞാൻ പതിവ് പോലെ ചിരിച്ചു. നിങ്ങളുടെ ചിരി എനിക്ക് കാണണ്ട മിസ്റ്റർ. കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഞാനത് വായിക്കണോ? ഇത്തവണ ഞാൻ വിളറി. എന്തായിരിക്കാം രാജൻ പിള്ളയ്ക്ക് എന്നെ പറ്റി ലഭിച്ചിട്ടുള്ള പരാതി? ആരായിരിക്കാം പരാതി കൊടുത്തിട്ടുണ്ടാവുക? ഇന്നലെ അസമയത്ത് പടിഞ്ഞാട്ടുള്ള കാർ ഷെഡിനരികിൽ നിങ്ങൾ പോയില്ലേ? അതെന്തിനാണ്? ഞാൻ തിരിഞ്ഞ് സുമനയെ നോക്കി. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. ഒരു മയവുമില്ലാതെ രാജൻ പിള്ള പറഞ്ഞു. സാറ് വിദേശത്തായതിനാൽ റാണി മാഡവും അമ്മയും അവിടെ തനിച്ചാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവിടെ ചുറ്റിപ്പറ്റി നിന്നത് നിങ്ങൾ തന്നെയാണെന്ന് ചില കുട്ടികളും കണ്ടിട്ടുണ്ട്. അതാ പരാതി. മനസ്സിലായോ? സുമന കുറച്ച് മുന്നോട്ട് കയറി നിന്നു. അവളുടെ നോട്ടത്തിൻ്റെ തീക്ഷ്ണത എനിക്ക് മനസ്സിലായി. മക്കളുടെ മുഖത്തും ഭീതി കണ്ടു. രാജൻ പിള്ള അവസാനിപ്പിക്കാനുള്ള ഭാവത്തിലല്ല. നിങ്ങളുടെ ടെറസിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന മഹേന്ദ്രൻ സാറിൻ്റെയും ഗീത ചേച്ചിയുടെയും പരാതി കഴിഞ്ഞ ആഴ്ച കിട്ടി. നിങ്ങളെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് വേഷം മാറാൻ നിങ്ങൾ കാരണം പറ്റുന്നില്ലെന്നായിരുന്നു പരാതി. ഇതിപ്പോൾ വേറെ. പ്രായം കൂടുന്തോറും മിസ്റ്റർ അരവിന്ദാക്ഷൻ്റെ സ്വഭാവം മോശമായി വരികയാണോ? അറിയാതെ എൻ്റെ തല കുനിഞ്ഞുപോയി. ചുറ്റിനും സർവത്ര നിശബ്ദത. രാജൻ പിള്ള മാത്രം കിതയ്ക്കുന്ന ഒച്ച കേൾക്കാം. എൻ്റെ ഓഫീസിലെ സഹപ്രവർത്തക ഷൈനയാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് കണിക്കൊന്നയുടെ വിത്ത് വളരുന്ന കായ്കൾ കൊണ്ടുവന്നു തന്നത്. വീട്ടിൽ കൊണ്ടുവന്ന കായ്കൾ രാത്രി തന്നെ ഞാൻ ശ്രദ്ധാപൂർവം പൊട്ടിച്ചു. വൃത്തത്തിലുള്ള പുറന്തോടിനുള്ളിൽ ഓരോ അറകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഓരോ അറയെയും പൊതിഞ്ഞ് ടാറ് പോലെ പശിമയുള്ള കറുത്ത പദാർത്ഥം. അതിനകത്ത് സുരക്ഷിതമായിരിക്കുന്ന വിത്തുകൾ. അങ്ങനെ കിട്ടിയ വിത്തുകൾ പാകാൻ ഒരിടം അന്വേഷിച്ച്, ഇത്തിരി മണ്ണ് അന്വേഷിച്ച് ഞാൻ എമ്പാടും നടന്നു. ഒടുവിൽ കാർപോർച്ചിനരികിലാണ് 2 അടി വീതിയിൽ തറയോട് പൊളിഞ്ഞ കുറച്ചു സ്ഥലം കണ്ടത്. സുമനയോടായി രാജൻ പിള്ള പറഞ്ഞു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് വെന്റിലേറ്റർ വഴി റാണി മാഡത്തിൻ്റെ കുളിമുറിയിലേക്ക് എത്തിക്കുത്തി നോക്കിയെന്നാണ്. ഞാൻ എന്താ വേണ്ടത്? രാജൻ പിള്ളയുടെ മുന്നിലേക്ക് വന്നിട്ട് സുമന പറഞ്ഞു. പിള്ളച്ചേട്ടൻ ഒന്ന് വരൂ. അയാളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ സുമന നടന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് രാജൻ പിള്ളയും അവൾക്ക് പിന്നാലെ ചെന്നു. ടെറസിലേക്കുള്ള വാതിൽ തുറന്നതേ നടുപകുത്ത മന്ദാരത്തിൻ്റെ ഇലകൾ അകത്തേക്ക് തല നീട്ടി. ഒപ്പം നാഗലിംഗമരത്തിൻ്റെ കരിമ്പച്ച ഇലകളും. എന്താ ഇത്? രാജൻ പിള്ളയും അവൾക്ക് പിന്നാലെ ചെന്നു. ഹെർബേറിയം. രാജൻ പിള്ളയേക്കാളും അത്ഭുതസ്തബ്ധനായി ഞാൻ അവളെ നോക്കി. എക്കണോമിക്സ് പഠിച്ച് ഗുമസ്തപ്പണി എടുക്കുന്ന സുമന ഹെർബേറിയത്തെ പറ്റി പറയുന്നു. ഓരോ മരത്തൈയുടെ ചുവട്ടിലും അതിൻ്റെ നാടൻ പേരും ശാസ്ത്രനാമവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ, ബൊട്ടാണിക്കൽ നെയിം പ്ലീസ് എന്ന് പറയുന്ന തന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതെല്ലാം.
സുമനയുടെയും മക്കളുടെയും സങ്കല്പത്തിൽ സ്വന്തമെന്നു പറയാവുന്ന മണ്ണിലേക്ക് ഒരു മേടമാസത്തിൽ അവരെയും കൂട്ടിപ്പോയി ഞാനതെല്ലാം ഒഴിച്ചു വയ്ക്കുമായിരുന്നു. ആ മരങ്ങൾ വലുതാകുമ്പോൾ അതിനിടയിൽ പണിയുന്ന വീട്ടിൽ സുമനയും ഞാനും തനിച്ച് വാർദ്ധക്യം പങ്കിടുമായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങളെ കാണാൻ മക്കൾ കുടുംബസമേതം വരുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെമ്പകം അപ്പോഴും പൂക്കുമായിരുന്നു. സുമന എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇന്നലെ എന്താ ഉണ്ടായത്? ആകാശത്തു നിന്നുള്ള വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. അത് വെയിലായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഷൈന തന്ന കണിക്കൊന്ന വിത്തുകൾ ഞാൻ ഇന്നലെ രാത്രി കാർ ഷെഡിനരികിൽ. രാജൻ പിള്ള ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. അന്ന് മുഴുവൻ ബാങ്ക് വായ്പകളെ പറ്റിയും റിയൽ എസ്റ്റേറ്റുകാർ കൊള്ളയടിച്ച സാധാരണക്കാരൻ്റെ സ്ഥല സ്വപ്നത്തെ പറ്റിയും ഞാൻ ഏറെ ആലോചിച്ചു. എൻ്റെ 2 പെൺമക്കൾ വളരുകയാണ്. അവർക്ക് പഠിക്കണം, അവരെ വിവാഹം ചെയ്തയക്കണം. മാനേജരിൽ നിന്ന് വളരാനാവാതെ അതിനെല്ലാം വേണ്ടി പീറ്റർ റോക്സിൽ ഞാൻ ഇനിയും 20-ലധികം വർഷങ്ങൾ മനുഷ്യരൂപത്തിൽ തന്നെ ജീവിക്കണം. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ മോഹം കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച മരങ്ങളെ രക്ഷിക്കാൻ ആരുവരും? ഒടുവിൽ ടെറസിൽ വളർന്ന് കെട്ടിടത്തിന് ഭീഷണിയാകുമ്പോൾ രാജൻ പിള്ള വീണ്ടും കയറി വരും. നിവൃത്തിയില്ലാതെ ഞാൻ അവറ്റയെ മറ്റെവിടെയെങ്കിലും പറിച്ചു വെക്കേണ്ടതായി വരും. അവ മറ്റൊരിടത്ത് വളരുന്നതും പൂവിടുന്നതും എനിക്ക് സങ്കല്പിക്കാനേ കഴിയുമായിരുന്നില്ല. എൻ്റെ അസ്വസ്ഥതകൾ രാത്രിയിലേക്ക് നീണ്ടു. തീരെ ഉറക്കം വരുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ വെളിച്ചമിടാതെ ഞാൻ എഴുന്നേറ്റു. പുറത്തേക്ക് നടന്നു. ടെറസിൽ പോയി എൻ്റെ വൃക്ഷത്തൈകൾക്കിടയിൽ നിന്നു. അപ്പുറത്ത് മഹേന്ദ്രൻ്റെയും ഗീതയുടെയും കിടപ്പുമുറിയുടെ വായ്ദ്വാരം വരെ വർത്തമാനപത്രം തിരുകി അടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. സങ്കടങ്ങൾ താങ്ങാനാവാതെ ചെടികൾക്കിടയിൽ ഞാൻ കുത്തിയിരുന്നു. പുറത്ത് ചെറിയ വെളിച്ചമായി ചന്ദ്രപ്രകാശമുണ്ടായിരുന്നു. സുമന പറഞ്ഞ ഹെർബേറിയം എന്ന വാക്ക് ഞാൻ ഓർത്തെടുത്തു. സാധാരണ ദിവസങ്ങളിൽ മക്കളെ വിട്ടുകഴിഞ്ഞ് ഞാനും സുമനയും ഒന്നിച്ചാണ് ജോലിക്ക് ഇറങ്ങാറ്. പിറ്റേന്നു രാവിലെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെല്ലുമ്പോൾ രാജൻ പിള്ള ഓഫീസ് മുറിക്ക് മുന്നിൽ ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അയാൾ ഞങ്ങൾക്കടുത്തേക്ക് വന്നു. ഞാനും സുമനയും പരസ്പരം നോക്കി. രാജൻ പിള്ള പറഞ്ഞു, ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ ദൂരെ ആ കോൾപ്പാടത്തിൻ്റെ വടക്കുമാറി ഒരു പ്ലോട്ട് കിടപ്പുണ്ട്. ബ്രോക്കർ ഇല്ലാത്ത കച്ചവടമാ. അമേരിക്കയിലെ അതിൻ്റെ ഉടമസ്ഥരൊക്കെ. നമുക്കതൊന്ന് നോക്കാം. വിലയൊക്കെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും. അതൊക്കെ ഞാൻ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനും സുമനയും മുഖത്തോട് മുഖം നോക്കി. സുമനയുടെ മുഖത്ത് അവിശ്വസനീയതയുമുണ്ട്. അത് എൻ്റെ മുഖത്തും ഉണ്ടാവും. കുറേ മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാ. വിലയല്ല, ആ മരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണമെന്ന് അതിൻ്റെ ഉടമസ്ഥർക്ക്. അരവിന്ദാക്ഷനാവുമ്പോൾ അതൊന്നും വെട്ടിമുറിക്കുകയല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. രാജൻ പിള്ളയോട് സുമന എന്തൊക്കെയോ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ട്. ചെമ്പകപുഷ്പ സുവാസിതയാമം മൂളിക്കൊണ്ട് ഞാൻ കഴുത്തു പൊക്കി നോക്കി. 7ാം നിലയിൽ നിന്ന് ഇലകൾ താഴേക്ക് നോക്കി തലയാട്ടുന്നു.